സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. സീറോ മലബാർ സഭയുടെ വൈദികരും വിശ്വാസികളും ഒപ്പം സീറോ മലബാർ സഭയുടെ കുർബാന ഏകീകരണ വിഷയത്തിൽ സിനഡ് നിയമിച്ച 5 അംഗ മെത്രാന്മാരും അടങ്ങുന്ന സംഘമാണ് ഇന്ന് രാവിലെ 8 മണിക്ക് ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സീറോ മലബാർ സഭയുടെ പ്രാചീന വിശ്വാസത്തെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ പാപ്പ ഉൾപ്പെടുത്തി. നിങ്ങളുടെ പ്രിയപ്പെട്ട സഭയിലെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അവരുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും വീര്യം കാരണം അറിയപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരാധനാക്രമ വിഷയങ്ങളിൽ സഭയുടെ വിധികൾ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നവർ തങ്ങളെ സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അമേരിക്കയിലെ അബവില്ലിയിലെ സെന്റ് മേരി മഗ്ദലേന കത്തോലിക്ക ദേവാലയത്തിൽ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്കിടെ ആയുധധാരിയെ പിടികൂടി. ശനിയാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ ആയുധവുമായി എത്തിയ ഒരാൾ പള്ളിയുടെ പിൻവാതിലിനരികെ നിൽക്കുന്നത് കണ്ട് ഇടവകാംഗങ്ങൾ പോലീസിനെ വേഗം വിവരമറിയിക്കുകയായിരുന്നു. 60 കുട്ടികൾ തങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം നടത്താനിരിക്കെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ഫാത്തിമ മാതാവിന്റെ തിരുനാളിന് മുന്നോടിയായി പോർച്ചുഗലിൽ നടന്ന ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. ഓരോ വർഷവും തിരുനാൾ ദിനത്തിൽ 10,000-കണക്കിന് ആളുകളാണ് പോർച്ചുഗലിൽ എത്തിയത്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ 107ാം വാർഷിക ആഘോഷിക്കുന്ന ഈ വർഷം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത്. ഫ്രാൻസിസ്കോയെയും ജസീന്ത മാർട്ടോയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചതിന്റെ 7ാം വാർഷികം കൂടിയാണ് ഈ വർഷം. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളിലും തടവുകാരാക്കപ്പെട്ടവരെ കൈമാറണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളിനാണ് മാർപ്പാപ്പ ഈ അഭ്യർത്ഥന മുന്നോട്ട് വച്ചതും ഈ മുന്നേറ്റത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും പരിശുദ്ധ സിംഹാസനം ഉറപ്പു നൽകിയതും. കൈമാറ്റം ചെയ്യപ്പെടുന്ന യുദ്ധ തടവുകാരിൽ ഗുരുതരമായി പരുക്കേറ്റവരെയും രോഗികളെയും പരിശുദ്ധ സിംഹാസനം പ്രത്യേകം പരിഗണിക്കുമെന്നും പാപ്പ ഉറപ്പു നൽകി. യുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും തടവുകാരുടെ കൈമാറ്റം, റഷ്യയിൽ നിന്നുള്ള യുക്രൈൻ കുട്ടികളെ തിരിച്ചയക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ മത്തിയോ സുപ്പിയെ ചുമതലപ്പെടുത്തി. ഓർത്തഡോക്സ് ബിഷപ്പ് മാർ മാരി മാനുവലിനെ കത്തികൊണ്ട് ആക്രമിക്കുന്ന വീഡിയോ എക്സിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് താൽക്കാലിക ഉത്തരവ് പിൻവലിച്ച് കോടതി. വിലക്ക് നീട്ടണമെന്ന ഓസ്ട്രേലിയൻ അധികൃതരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. തീരുമാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്ന് ഫെഡറൽ കോടതി ജഡ്ജ് ജഫ്രി പറഞ്ഞു. വിഷയത്തിൽ ബുധനാഴ്ച വാദം കേൾക്കും. ഏപ്രിൽ 15 തിങ്കളാഴ്ച വൈകിട്ട് സിഡ്നിയിലെ വാക്ലിയിലുള്ള ക്രൈസ്റ്റ് ദി ഗുഡ് ഷെപ്പേർഡ് പള്ളിയിൽ വെച്ചാണ് ബിഷപ്പ് ആക്രമിക്കപ്പെട്ടത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു.